Hi, if you are a sales professional who are very serious about your career, I have a question to ask. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് where do you see yourself after 5 years? 5 കൊല്ലത്തിന് ശേഷം നിങ്ങൾ എവിടെയാണ് കാണുന്നത്? You might have faced this question multiple times അല്ലേ? നിങ്ങളൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ മാനേജർ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഉള്ള ടീം മീറ്റിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് you might have faced this question multiple times. And നിങ്ങൾ അതിനെ ആൻസർ ചെയ്തിട്ടുണ്ടാവും. But the real question is, do you have a plan when you were answering this question? നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ 3 കൊല്ലത്തിൻ്റെ അകത്ത് ഞാൻ എന്നെ കാണുന്നത് ഇന്ന സ്ഥലത്താണ്, അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ this are all my plan. Next 6 months I'll be doing this. After 6 months I'll be concentrating on this area and I'll be learning this in next 6 months and I'll be working on my this skill on until this time എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഐ എം ഷുവർ 90% ഓഫ് യു ഡോണ്ട് ഹാവ് എ പ്ലാൻ. യു ജസ്റ്റ് ഹാവ് എ വിഷ്, ദാറ്റ്സ് ഇറ്റ്. ഇതിന് നിങ്ങൾക്ക് ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് നിങ്ങളുടെ സെയിൽസ് കരിയറിൽ. നമ്പർ 1, യു വർക്ക് ഹാർഡ് ആൻഡ് യു വിഷ് ഓർ യു ഹോപ്പ് ദാറ്റ് ടോപ്പ് മാനേജ്മെന്റ് വിൽ അക്നോളജ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് ദേ വിൽ ടേക്ക് യു ടു ദാറ്റ് പൊസിഷൻ വേർ യു വാണ്ട് ടു ബി. പക്ഷെ ഇതിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ വിഷ് അല്ലേ. നിങ്ങൾക്ക് 3 കൊല്ലം കഴിഞ്ഞ് ഇന്ന സ്ഥലത്തെത്തണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദ കമ്പനി ഓർ ടോപ്പ് മാനേജ്മെന്റ്. അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ദാറ്റ് യു ഗെറ്റ് നോട്ടീസ്ഡ് ഓൾസോ. ഡാറ്റ സേസ് 100-ൽ 35 സെയിൽസ് പ്രൊഫഷണൽസും out of 100, 35% of the sales professionals are actually resigning within 1 year. The attrition rate, sales profession attrition rate 35% which is one of the highest in across any industry. And out of this 35, 13-14 പേര് they are involuntarily resigning. അതായത് അവരടുത്ത് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് because of some reasons. I mean, ചിലപ്പോൾ പെർഫോമൻസ് ആയിരിക്കാം, വേറെ പല റീസൺസും ആയിരിക്കാം, ബോസ് ആയിരിക്കാം, അവർ മാനേജ്മെന്റ് പോളിസീസ് ആയിരിക്കാം, എനിത്തിങ് ആൻഡ് എവറിത്തിങ് they are actually asked to resign. So the wish which you are having that you will work hard and get where you want to be എന്നുള്ളത് in this VUCA world means volatile, complex, uncertain and ambiguous world. It's very difficult to achieve that goal. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? You got a second option. That is, you position yourself in such a way that you will become the only logical choice in front of your top management or another company to hire you or promote you in your job. So for that, അതിന് നിങ്ങൾ you have to know the rule of this game. സെയിൽസ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഗെയിം. നിങ്ങൾ ഗോൾഫ് കളിക്കുമ്പോൾ ഇഫ് യു ഡോണ്ട് നോ ദ റൂൾ ഓഫ് ദാറ്റ് ഗെയിം യു വിൽ ബി ഹിറ്റിംഗ് ടു ദി റോങ് ഡയറക്ഷൻ. ഇഫ് യു ആർ പ്ലേയിങ് ചെസ്, ഇഫ് യു ഡോണ്ട് നോ ദ റൂൾ ഓഫ് ദ ഗെയിം യു വിൽ എൻഡ് അപ്പ് മേക്കിംഗ് യുവർ സെൽഫ് എ ജോബ് ഇൻ ദ ബോർഡ് അല്ലേ. അപ്പം അതിന് പകരം ഇഫ് യു നോ ദ റൂൾ ഓഫ് ദ ഗെയിം, നിങ്ങൾ ആ ഗെയിം നന്നായിട്ട് കളിക്കും. There's a chance that you will play that game in a better way. So we are conducting a webinar just to inform you the principles and frameworks you need to follow if you want to grow in your sales career. We means 3x your sales. ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഈ വെബിനാർ, and this is a free webinar. And if you are very serious about your sales profession and if you want to exponentially grow in your sales profession, you can join the webinar. The link is in the first comment and you can join the webinar. It's on Wednesday 8 p.m. So see you there. Thank you.